ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൈതക്കുഴി സെൻറ് തോമസ് മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ലെൻറ്റ് ഡിവോഷൻ്റെ 5-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം അവൻ്റെ രാജ്യം അന്വേഷിപ്പീൻ എന്നുള്ളതാണ്. പ്രശസ്ത എഴുത്തുകാരൻ ഖലീൽ ജിബ്രാൻ്റെ വാക്കുകളിൽ വനപുഷ്പവും ലില്ലിപ്പൂവും ഒരു ദിവസത്തേക്ക് മാത്രമേ ജീവിക്കുന്നുള്ളൂ. പക്ഷേ ആ ഒരു ദിവസം സ്വാതന്ത്ര്യത്തിൻ്റെ അനന്തതയിൽ ചെലവിടുന്നു. നോമ്പ് തിരിച്ചറിയലിനും തിരുത്തലുകൾക്കും തീരുമാനങ്ങൾക്കുമുള്ള ദിവസങ്ങളാണ്. ദൈവത്തിൻ്റെ കരുതലിനെ ആഴത്തിൽ തിരിച്ചറിയുന്നതിനും ജീവിതത്തിൽ മുൻഗണനകൾക്ക്, അതായത് പ്രയോറിറ്റീസ്, തിരുത്തലുകൾ ഉണ്ടാക്കുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ആയിരിക്കണം. ദൈവരാജ്യം ആക്കുവാനും നമ്മെ ആഹ്വാനം ചെയ്യുന്നു. അവൻ്റെ രാജ്യം അന്വേഷിപ്പിൻ. കമ്പോള സംസ്കാരത്തിലാണ് നമ്മുടെ ജീവിതം. നേട്ടം, ലാഭം എന്നിവയ്ക്കാണ് കമ്പോള ലക്ഷ്യം. ഭൗതിക നേട്ടം, ധനം, സമൃദ്ധി, സുഖം ഇവയ്ക്കായി മനുഷ്യൻ തത്രപ്പെട്ട് ഓടുന്നു. നമ്മുടെ മുൻഗണനകൾ നശ്വരമായ ഭൗതിക വിഷയങ്ങളാണ്. എന്നാൽ ദൈവത്തെ മറന്നുള്ള അധ്വാനങ്ങൾ പാഴാണ്. ദൈവം തന്ന ജീവിതം നിത്യതയുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥങ്ങളും പൊരുളും തിരിച്ചറിയണം. ദൈവത്തെ മറന്നുള്ള അധ്വാനങ്ങൾ പാഴാണ്. ദൈവമാണ് നമ്മുടെ മേൽ കരുതൽ നടത്തേണ്ടത്. ഈ നോമ്പുകാലം സ്വയം ശോധനകളുടെ ദിനങ്ങൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ നമ്മുടെ മുൻഗണനകൾ എന്തിനാണ് നാം കൊടുക്കുന്നത്? ദൈവരാജ്യവും മഹത്വവും നാം ചിന്തിക്കാറുണ്ടോ? കൊലോസ്യർ 3-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പറയുന്നത് പോലെ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.